LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, വർഷങ്ങളെ അവർ ജയിച്ചു വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മുട്ടട തനി കോൺഗ്രസ് വാർഡാണ്. പാർലമെന്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും എല്ലാം നമ്മൾ ലീഡ് ചെയ്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ലീഡ് ചെയ്ത് നിൽക്കുന്ന വാർഡാണ് മുട്ടട വാർഡ്. പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ബൈ റോഡുകൾ, സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും താമസിക്കുന്നതും ബൈ റോഡുകളിലാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് സമയത്തല്ല, അതിനു മുമ്പേ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. സുഭാഷിതം ചാനലിന്റെ പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ തദ്ദേശം 2025 കേരളത്തിൽ മത്സരിക്കുന്ന വിവിധ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഈ പരമ്പരയിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പാനലിൽ മത്സരിക്കുന്ന വൈഷ്ണ സുരേഷിനെയാണ്. വളരെ സന്തോഷത്തോടുകൂടി വൈഷ്ണ സുരേഷിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം പരിചയപ്പെടുത്തുന്ന ഈ പരമ്പര ഇവിടെ ആരംഭിക്കുന്നു. വൈഷ്ണ സുരേഷിന് സ്വാഗതം. നമസ്കാരം, ഞാൻ വൈഷ്ണ സുരേഷ്. നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ മുട്ടട വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2019 സർക്കാർ വനിതാ കലാലയത്തിൽ ബിരുദത്തിനായി അഡ്മിഷൻ എടുത്തു. അപ്പോൾ മുതൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ്. യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, പിന്നീട് യൂണിറ്റ് പ്രസിഡന്റായി, അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം സെക്രട്ടറിയായി, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായി, ഇന്ന് KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായി നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ജനവിധി തേടാനായിട്ടുള്ള അവസരം ലഭിക്കുന്നത്. KS ശബരിനാഥൻ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരുന്നത് തന്നെ ഒരു ഭാഗ്യമായി കണക്കാക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാഹചര്യം, അതിനുള്ളൊരു അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. മുട്ടട മുന്നേറാനായിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. അതിനായി എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം. ഇപ്പോൾ പേരൂർക്കടയിലുള്ള കേരള ലോ അക്കാഡമിയിൽ നിയമ വിദ്യാർത്ഥിനിയാണ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തിരുന്നു. ഇപ്പോൾ LLB ചെയ്യുന്നു. യൂണിറ്ററി ബാച്ച് 2ാം വർഷ നിയമ വിദ്യാർത്ഥിനിയാണ്. കൂടാതെ ടെക്നോ പാർക്കിൽ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഓടി നടക്കാനായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജനങ്ങളിലേക്ക് എത്താനായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. മുട്ടടയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം വാർഡാണ്. ഞാനും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ്. അപ്പോൾ ഒട്ടനവധി പുതിയ മുഖങ്ങളൊന്നും തന്നെ എനിക്കിവിടെ ഇല്ല. എല്ലാവരും എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹബന്ധങ്ങളും ആത്മബന്ധങ്ങളും എല്ലാം തന്നെ എനിക്ക് മുട്ടടയിലുണ്ട്. അതെല്ലാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവരെല്ലാവരും എന്നോടൊപ്പം നിൽക്കും. അവരുടെ പ്രാർത്ഥനകളും പിന്തുണയും എല്ലാം എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ട് തന്നെ വിജയിപ്പിക്കണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണല്ലോ, അല്ലേ? കാരണം എല്ലാവരും പറയുന്നുണ്ട് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്, വർഷങ്ങളെ അവർ ജയിച്ചു വരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മുട്ടട തനി കോൺഗ്രസ് വാർഡാണ്. പാർലമെന്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും എല്ലാം നമ്മൾ ലീഡ് ചെയ്ത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ലീഡ് ചെയ്ത് നിൽക്കുന്ന വാർഡാണ് മുട്ടട വാർഡ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും 203 വോട്ടുകൾക്കാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇത്തവണ ജയിക്കുകയാണ് എങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യങ്ങൾ അത് നമുക്ക് ഇത്തവണ ഇവിടെ നിന്ന് മാറ്റണം. മാത്രമല്ല, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ബൈ റോഡുകൾ, സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്നതും താമസിക്കുന്നതും ബൈ റോഡുകളിലാണ്. അത് നമ്മുടെ നിലവിലുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ട ആളുകൾ അതൊട്ടും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ബൈ റോഡുകളിലുള്ള കുണ്ടും കുഴികളും എല്ലാം മാറ്റി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ബൈ റോഡുകൾ മാറ്റണം എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം നിങ്ങൾക്കറിയാം. മുട്ടടയെ സംബന്ധിച്ചിടത്തോളം കൊറോണം ജംഗ്ഷനിലായാലും എല്ലാം ഒരുപാട് IAS സ്ഥാപനങ്ങളുള്ള IAS കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. മാത്രമല്ല, ഒട്ടനവധി ക്യാമ്പസുകൾ, കലാലയങ്ങളായാലും വിദ്യാലയങ്ങളായാലും എല്ലാം വരുന്ന ഒരു വാർഡ് കൂടിയാണ് മുട്ടട വാർഡ്. അപ്പോൾ ആ ഒരു വാർഡിൽ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കാനും പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ വയസ്സായ ആൾക്കാരും ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന തെരുവ് നായ്ക്കളുടെ ശല്യം, രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അതിക്രൂരമായിട്ടുള്ള തെരുവ് നായ്ക്കളുടെ ശല്യം എല്ലാം നമുക്ക് ഈ മുട്ടട വാർഡിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. തിരുവനന്തപുരം നഗരസഭയിലേക്ക് വരുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും ആ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നവും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ്, ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഡ്രെയിനേജ് ഒക്കെ ഓടി നടന്ന് ശരിയാക്കുന്ന നേരത്തെ ജയിച്ച ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലല്ലോ.
നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്തല്ല, അതിനു മുമ്പേ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളിടത്ത് തന്നെ അത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. ചില ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ട്, തെരുവ് നായ്ക്കളുടെ ശല്യങ്ങളുണ്ട്, ഇലക്ട്രിക് കമ്പികൾ, ഇലക്ട്രിക് വയറുകൾ എല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള, അതായത് ആൾക്കാർക്ക് അവരുടെ ജീവന് ആപത്ത് വരുന്ന രീതിയിലേക്കാണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ മുട്ടടയെ ആണ് ഞാൻ സ്വപ്നം കാണുന്നത്. മുട്ടട മുന്നേറാൻ വേണ്ടി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.